Good evening. Video on to you. Menaka, Nashwa, Sini, Danya, Sarida. Good evening, Nisha, Grishma. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യൂ. എന്റെ ഫോൺ ഉണ്ട്. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ധന്യ റെഡി? ആദ്യം കണ്ണിൽ കണ്ട ആളെ ഞാൻ ചോദിക്കാം. ധന്യ മാം നാളത്തേക്കുള്ളതാണോ? ഇന്നത്തെ ഡയറ്റ് അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ട്. ഉച്ചക്കുള്ളത് ഞാൻ എന്താന്നുള്ളത് മെൻഷൻ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ഫോട്ടോ മാത്രം ജസ്റ്റ് അയച്ചേ ഉള്ളൂ. കൃഷ്ണന്റെ ഫോട്ടോ ഉള്ളത് തന്നെയല്ലേ? അതെ 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 ഒരു സെക്കൻഡ്. അതെ. ഉച്ചക്കുള്ളത് ക്യാബേജ് ആണ് അല്ലേ? അല്ല, ലെറ്റ്യൂസ് ആണ്. പിന്നെ അതില് കക്കരിക്കയുണ്ട്. വെള്ളം കുടിച്ചു. കക്കാപ്പഴം. കാക്കപ്പഴം പറഞ്ഞത് ഒരു ഓറഞ്ച് കാക്കപ്പഴം ഉണ്ടല്ലോ. ശരി. റവ ഉപ്പുമ വേണ്ട കേട്ടോ, റവ നല്ലതല്ല. ഞങ്ങൾക്ക് അവിടെ ആ ഫുഡാ ഉള്ളത്. അപ്പോ എന്താ ക്യാൻറ്റീനിൽ ആ ഫുഡാ ഉണ്ടായിരുന്നത്. ഞാൻ കൊണ്ടുപോകാറില്ല. അപ്പൊ അവിടെ നിന്നാണ് ഉച്ചക്കുള്ള ഫുഡേ കൊണ്ടുപോകാറുള്ളൂ. രാവിലെ അവിടെ നിന്ന് അവര് ഫുഡ് തരുന്നതാണ്. അപ്പൊ ഓരോ ദിവസം ഓരോന്നായിരിക്കും. റവ പറ്റില്ല അല്ലേ? റവ നല്ലതല്ല. സാലഡ് കൂടെ കഴിച്ചിരുന്നു അല്ലേ? നല്ല നല്ല കുട്ടി. ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ കമ്പം കഴിച്ചിരുന്നു. ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം കഴിച്ചേ. കമ്പ് സോഫ്റ്റ് ആണല്ലോ. കമ്പ് വേവിച്ചിട്ടാണ് കഴിച്ചത്. നല്ല സോഫ്റ്റ് അല്ല. ശരി ശരി, ഓക്കെ. ഗ്രീഷ്മ, നമ്മൾ ഡയറ്റ് പറഞ്ഞിരുന്നോ? 1-on-1 ചെയ്തിരുന്നു അല്ലേ? മാം 1-on-1 അങ്ങനെ ചെയ്യുന്നുണ്ട്. 1-on-1 മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഇങ്ങനെ അയക്കരുത് കേട്ടോ. കറക്റ്റ് ആയിട്ട് വേക്കപ്പ് ടൈം, പിന്നെ വെള്ളം കുടിച്ച ടൈം, 2 hours ഗ്യാപ്പ്, നെക്സ്റ്റ് എന്താണ്, അങ്ങനെ അങ്ങനെ ആ ഒരു വിത്ത് ടൈം അയക്കണം. സമയം കൂടെ അയച്ചാലേ എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ, വെരി ഗുഡ്, ഗുഡ് ട്രൈ. ഇതിന്റെ കൂടെ ഒരു റോ സാലഡ് പറഞ്ഞിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ദോശ പറഞ്ഞിരുന്നോ? ഇല്ല. ശരി, അപ്പൊ ഞാൻ ഓക്കെ, കുഴപ്പമില്ല. അതിന്റെ അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടെ സെറ്റ് ആക്കാം. തരാം കേട്ടോ, കൺസൾട്ടേഷൻ തരാം. അടുത്തത് സിനിമോൾ, പറയൂ. മാം ഞാൻ അയച്ചിരുന്നു. ഉച്ചവരെയുള്ളത് അയച്ചിട്ടുണ്ടായിരുന്നു. സിനി നമ്പർ ഒന്ന് പറയോ? സോറി. 9946 726455. സിനി ഇതിലുണ്ടല്ലോ, പക്ഷെ അയച്ചൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഏത് നമ്പറിലേക്ക് അയച്ചേ? ഒരു ഞാൻ ഏത് നമ്പറേക്ക് മാമിന് ഒരു ഹായ് കൂടെ വിടാവോ അതിലേക്ക്? അടുത്ത ആളാരാണ്? ഒന്ന് അയച്ചിട്ട് പറയണേ. മേനക. ഹായ് അയച്ചിട്ടുണ്ട് മാം. മേനകയുടെ ഡയറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടിട്ടുണ്ടല്ലോ. 8:57 AM ഒരു ഡയറ്റ് വന്നു, പിന്നെ ഒന്നും വന്നിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. അത് ഉച്ചവരെയുള്ളതാണ്.
അപ്പൊ ഇനി ഞാൻ ഇത് നമ്പറിലേക്ക് അയക്കണ്ടേ? പിന്നെ ആരാണ്? സരിത. ഹായ് സരിത. സരിതയുടെ ഡയറ്റ് ഇന്ന് ഞാൻ ഒരു സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആരുടെയും ഒന്നും നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പ്ലീസ് ചെക്ക്. സരിത ജോയിൻ ആയില്ലേ? 11 AM പേരക്ക നല്ല ഭംഗിയുണ്ടായി. വെരി ഗുഡ്. എനിക്ക് മേനക ടീച്ചറിന്റെയും സരിതയുടെയും ഇഷ്ടമായി കണ്ടിട്ട്. ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ മാം. സിനിയുടെ ഹായ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വേറെ നമ്പറിലാണ് സിനി മെസ്സേജ് അയച്ചിരിക്കണെന്ന്. ഒന്ന് ചെക്ക് ചെയ്യാം, നമുക്ക് ആഫ്റ്റർ ക്ലാസ് ചെക്ക് ചെയ്യാം. നിഷ മാമിന്റെ ഡയറ്റ് ലാസ്റ്റ് മിനിറ്റിൽ അയച്ചിരുന്നു, ഞാൻ കേട്ടായിരുന്നു കേട്ടോ. പിന്നെ മാം അതെ, നമ്മള് ഫീസ് അടച്ചിട്ട് ഇത് സെൻഡ് ചെയ്തില്ലേ, ആ നമ്പറിലാണ് ഞാൻ അയച്ചത്. അപ്പോ ദീപ്തി മാഡത്തിനായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. സാരില്ല, ഈ നമ്പർ ഒന്ന് നമ്പറിന് ഞാൻ മെസ്സേജ് അയച്ചോളാം. ഓക്കെ. പിന്നെ വേറെ ആരുള്ളത്? സബ്ന. യെസ് മാം. ഹലോ. ഇഡ്ലിയുടെ എന്ത് ഉഴുന്നാണോ ഇട്ടിരിക്കുന്നത് അതില്? അതില് ഉഴുന്നാണ്. ഇന്ന് പറ്റിയില്ല. മറ്റേ ചെറുപയർ ഇട്ട കുട്ടികൾ കഴിക്കണില്ല, അത് കാരണം ഇന്ന് ഉഴുന്നിട്ടില്ല. എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല എന്ന്. എന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അതിലൊരു പോർഷൻ റോസ് സാലഡ് വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോ കുറച്ചും കൂടിയും അതായത് ഒരു പോർഷൻ അളവ് കറക്റ്റ് ആണോ? ഇഡ്ലിയുടെ അളവിൽ തന്നെയാണോ സാലഡും ഇതൊക്കെ വെച്ചിരിക്കുന്നത്? കൊറേ ഉണ്ടായിരുന്നു, സ്പ്രൗട്ട്സ് കൊറേ ഉണ്ടായിരുന്നു. പിന്നെ ചട്നി അല്ലേ, തേങ്ങാ ചട്നി. ഉഴുന്ന് അവോയ്ഡ് ചെയ്താൽ നല്ലതാണ്. പുറത്ത് ഒക്കെ പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കഫ് ഇഷ്യൂസ് ഒക്കെ വരും, മൂക്കടപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ. നമ്മൾ ഡയറ്റ് നോക്കാൻ തുടങ്ങിയോ? തിരക്കിലായിരുന്നല്ലോ. ആരാ? ഞാനാ? ഡയറ്റ് ഒക്കെ നോക്കി തുടങ്ങിയോ? നല്ല തിരക്കായിരുന്നില്ലേ? ഇവിടെ പറ്റുന്നില്ല, ഇവിടെ പറ്റില്ല. ഓക്കെ, സാരില്ല, തിരിച്ചു പോയിട്ടാ. സാരില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആണ്. ഇതിൽ നഷ്വന് എനിക്കൊരു 1-to-1 സെഷൻ കിട്ടണം കേട്ടോ. ബാക്കി എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. നഷ്വ കുട്ടി ആയതുകൊണ്ട് നഷ്വയുടെ ഉമ്മയായിട്ടാ കിട്ടിയിരുന്നത്. എനിക്ക് നഷ്വയായിട്ട് തന്നെ കിട്ടണം. ഓക്കെ. പിന്നെ ഇപ്പോഴും നഷ്വയുടെ തല എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോ ഒന്നില്ലെങ്കിൽ ഈ സ്പേസ് മാറ്റണം, എവിടെയെങ്കിലും കുറച്ച് ദൂരെ വെക്കാൻ പറ്റിയ രീതിയിൽ വെച്ചിട്ട് എനിക്ക് ഫേസും കൂടി കണ്ടാലേ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുള്ളൂ നിങ്ങളായിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ഡാൻസ് ചെയ്തുകൊണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? റെഡിയാണോ? ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ വാമപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. മൈൻഡ് ഫുൾ ഹാപ്പി ആക്കി ചിരിച്ച് സന്തോഷത്തോടു കൂടി ചെയ്യുക കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു സോങ് പ്ലേ ചെയ്യാൻ പോവാണ്. മാം, എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. പീരീഡ്സ് ആയിട്ട് 3 ആയിട്ടുള്ളൂ. അപ്പോ കൂടുതലായിട്ട് പറ്റുന്നത് പോലെ ചെയ്താൽ മതി. ഓക്കെ. I'm going to sell these funky socks with the help of memes to see how many orders I can make. First comes my favorite part, watching me. മ്യൂസിക് കേൾക്കുന്നുണ്ടോ? അപ്പൊ എല്ലാവരും ഇപ്പൊ ഡാൻസ് ചെയ്യുന്നതിന് റൂൾസ് ഒന്നുമില്ല. ഒരുപാട് എനർജിക്ക് ഡാൻസ് ചെയ്യാനും പാടില്ല, എന്നാൽ തീരെ കളിക്കാതിരിക്കാനും പാടില്ല. ശരീരം ജസ്റ്റ് മൂവ് ചെയ്യാം. ഓക്കെ, റെഡി? കമോ. Blockbuster
Keep your hands on your chest. കൈ നെഞ്ചിൽ വെക്കൂ. Say thank you. ആരോട്? ടപ്പട്ടപ്പാന്നിടിക്കുണ്ടോ? നഷ്വ ഇങ്ങനെ ഫേസ് കാണിക്കില്ല നഷ്വ, എനിക്ക് മുഖം കാണുന്നില്ല. നെക്സ്റ്റ് സോങ്. നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഡ്രീംസും നേടിയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ എല്ലാം നേടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ കളിക്കുന്ന ഡാൻസ് ആണ്. ഓക്കെ, പാട്ട് കേൾക്കുന്നുണ്ടോ? മ്യൂസിക് കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കാതെ തന്നെ ഡാൻസ് മൂഡിലാണ് അല്ലേ എല്ലാരും? ഓക്കെ, വെരി ഗുഡ്. റെഡി? നമ്മുടെ കോച്ച് വന്നിട്ടാണ്. Following. സന്ധ്യ ഓടി വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ വാമപ്പ് സെഷൻ ഡൺ. എല്ലാവരും ഒന്നുകൂടെ നെഞ്ചിൽ കൈവയ്ക്കാം. ആൻഡ് സേ താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിന് നന്ദി പറയാം. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ശരീരത്തിലെ ഓരോ സെൽസിനോടും നന്ദി പറയാം. ഏറ്റവും സ്നേഹം, ഏറ്റവും റെസ്പെക്ട്, ഏറ്റവും വാല്യൂ എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ കെയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്തിരിക്കുന്നത്. എല്ലാരും സ്വെറ്റ് ആയില്ലേ? സ്വെറ്റ് ആയവര് ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ പൊക്കി, ലൈറ്റ് ആയിട്ട് സ്വെറ്റ് ആയവര്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ചിൻ അപ്പ് ആൻഡ് ഡൗൺ. 2 3 4 5 6, very good. 7 8 9 10. Now side to side. ഇവിടെ നിൽക്കും, എന്നാലും എനിക്ക് നിങ്ങളെ കാണുള്ളൂ. 1 2 3 4, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നോക്കുക. 5 6 7 8 9 10. ഓക്കെ, നഷ്വ ഫുൾ വീഡിയോയിൽ വന്നു അല്ലേ? താങ്ക് യു. ഇനി ഞാൻ സ്പോട്ട് ലൈറ്റിൽ ഇട്ടാണ്, കാണാൻ വേണ്ടിയിട്ടതാണ്. ഓക്കെ, ഇനി ഷോൾഡേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യൂ. ഷോൾഡേഴ്സ് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. 1 2, ഷോൾഡേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ. 3 4 5 6 7 8 9 10. Okay, ഇനി forward and backward. 1
2, 3, 4, 5, 6. Done. കൈ റൊട്ടേഷൻ ചെയ്യൂ. 2. നന്നായിട്ട് ഫുൾ സർക്കിൾ. 3, 4, 5, 6, 7, 8, 9, 10. Opposite. 10 times. ഇനി കൈ ഫുൾ സർക്കിൾ ചെയ്യൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിവേഴ്സ്. 1. ദാ എല്ലാരും ബീനാമ്മ ചെയ്യണ പോലെ ചെയ്യൂ. ബീനാമ്മ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ. വെരി ഗുഡ്. സൂപ്പർബ്. 1 by 1 ചെയ്യൂ. സർക്കിൾ. കുറച്ച് ദിവസം വരാതിരുന്നതിന്റെ ഫുൾ എനർജിയും പുറത്തെടുക്കുകയാണ് അല്ലെ. ഹിപ്സ് റൊട്ടേഷൻ ചെയ്യാം. നിന്നിട്ട് ഇടുപ്പ് റൊട്ടേഷൻ ചെയ്യൂ എല്ലാരും. അബ്ഡമൻ. ഞാൻ എന്നും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പോലും ക്ലാസ് മിസ്സാക്കിയിട്ടില്ല. അതെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Opposite. 10 times ചെയ്യുക. Then കാലിന്റെ മുട്ട് മെല്ലെ ബെൻഡ് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുക. Bend and stretch. കാലിന്റെ ആംഗിൾസ്. Change. Other leg. ഓക്കെ. ഇനി അബ്ഡമൻ ടൈറ്റ് ചെയ്യാം. വയറ് മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് കാല് നമ്മൾ സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ വയറ് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യുക. എല്ലാവരും ഒന്ന് ടക്കിൻ ചെയ്തിട്ട് വായ കൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടെ. അബ്ഡമൻ ഇൻ. ബ്രീത്ത് ഔട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in through your nose and breathe out. 10 കൗണ്ട് കിട്ടുന്നുണ്ടോ? 1, 2. വയറുള്ളിലേക്ക് വലിക്കൂ. 3, 4, 5, 6, 7. കൈ കൊണ്ട് ഇങ്ങനെ ആക്കി. 9, 10. Breathe in and breathe out. വയറിന്റെ അവിടുന്ന് കൈ ഇങ്ങനെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Abdomen tight. Breathe in and breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Abs tight. Breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പൊ അബ്ഡമൻ എത്ര നമ്മൾ 10 പറയുമ്പോ എത്ര ഉള്ളിലേക്ക് വലിച്ചു? കൂടുതൽ ഉള്ളിലേക്ക് വലിച്ചില്ലേ? അതേപോലെ മാക്സിമം ഉള്ളിലേക്ക് കോൺട്രാക്ട് ചെയ്തിട്ട് ടക്കിൻ ചെയ്തിട്ട് കാല് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പോകണം. ഒരു കാലും 2 കൈയും. ഓക്കെ. അപ്പൊ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഊതി വിടണം. എല്ലാവരും ഊതി വിടും ശ്വാസം പുറത്തേക്ക്. സിനി. ബ്രീത്ത് ഔട്ട്. ലിപ്സ് ഓ ഷേപ്പിൽ വരട്ടെ. ആൻഡ് ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. അപ്പൊ കാല് പൊക്കുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ. നിങ്ങളുടെ ഫുൾ എനർജി യൂസ് ചെയ്ത് സ്ലോ ആയിട്ട് ചെയ്യാ. സ്പീഡ് വേണ്ട. റെഡി? റൈറ്റ് ലെഗ്. നിങ്ങളുടെ റൈറ്റ് ലെഗ് ഏതാ? Start with the right leg. Breathe out. 1, 2, 3, 4, 5, 6. Breathe in. Right തന്നെ ചെയ്യാം. Abdomen tight. Breathe out. 1, 2, 3, 4, 5, 6. Breathe in. 6 കൗണ്ട് പറയുമ്പോഴേ മുകളില് ഹോൾഡ് ചെയ്യണം കേട്ടോ. Breathe out. 3 up. 1, 2, 3. Slowly. 4, 5, 6.
ബ്രീത്ത് ഇൻ ഡൗൺ. വയറിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഫീൽ വരും. കാൽ ലിഫ്റ്റ് ചെയ്യുമ്പോ അത് വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചാലേ ഉണ്ടാവുള്ളൂ. ചുണ്ട് കൂട്ടി പിടിക്കരുത് തന്നെയാ. ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. വെരി ഗുഡ്. ബ്രീത്ത് ഇൻ ആൻഡ് ഡൗൺ. ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. Breathe in and down. Breathe out. 1 2 3 4. Breathe out ചെയ്യുന്നുണ്ടോ? 5 6. Breathe in and down. 6 പ്രാവശ്യമായി. ഇനി 6 പ്രാവശ്യം ഇടതുകാല് ചെയ്യാം. റെഡി? Abdomen tight. Breathe out. 1. Slowly. 2 3. കാൽമുട്ട് നിവർത്തി വെക്കൂ. Breathe in and down. Face relaxed ആയിട്ട് വെക്കണം. Ready? Breathe out. 1 2. കാല് താഴ്ത്തുമ്പോ കൈയും താഴ്ത്താം കേട്ടോ. Together. എല്ലാരും ഒന്നിച്ച് ചെയ്യൂ. സരിത ഒരെണ്ണം മിസ്സാക്കി. Come on. Breathe out. 1 2 3 4 5 6. Breathe in. Slowly down. Breathe out. 1 2 3 4 5 6. ഒരാളുടെ കാല് മുട്ട് മടങ്ങുന്നുണ്ട്. ആരാന്ന് ഞാൻ പറയുന്നില്ല. സ്ലോലി ഡൗൺ. മുട്ട് മടങ്ങുന്ന ആള് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഡൗൺ. താഴെ വന്നോളൂ. 5. മുട്ടാഴെ വരുമ്പോഴും മുട്ട് മടക്കാതെ താഴെ വെക്കുക. ഓക്കെ. 5ാമത്തെ റെഡി? ബ്രീത്ത് ഔട്ട്. സ്പീഡ് വേണ്ട. മേനക ടീച്ചർ സ്ലോ ആയിട്ട് ചെയ്താൽ മതി. കുട്ടികളുടെ കൂടെ കൂടി ഫുൾ സ്പീഡാണ്. ബ്രീത്ത് ഔട്ട്. കമോൺ. 1 2 3 4 5 6. അവിടുന്ന് ശ്വാസം എടുക്കുക. മെല്ലെ താഴെ വരിക. ഒരെണ്ണം കൂടി ചെയ്യാം അല്ലേ? ബ്രീത്ത് ഔട്ട്. കമോൺ. 1 2 3 4 5 6. ബ്രീത്ത് ഇൻ ആൻഡ് ഡൗൺ. ഒരു സെറ്റായി അല്ലേ? ഇനി സെയിം തന്നെ ഇപ്പൊ ചെയ്ത് നമുക്ക് ബോറടിക്കും. അതുകൊണ്ട് നൈസായിട്ട് വർക്കൗട്ട് മാറ്റി പിടിക്കാം. റെഡി? ഇപ്പൊ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ കൈ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ പോവാം. ബ്രീത്ത് ഇൻ. ഇവിടെ നിന്നിട്ട് ബ്രീത്ത് ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം. ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. ഇത് കാണാൻ വളരെ ഈസിയാണ്. പക്ഷെ നിങ്ങളത് ആത്മാർത്ഥമായിട്ട് നന്നായി ചെയ്യില്ല. ഞാൻ പറയുന്നത് കേട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് കൂടുതൽ ചെയ്തിട്ട് കൂടുതൽ റിസൾട്ട് അങ്ങനെയൊന്നുമില്ല. കുറച്ച് ചെയ്യണതാണെങ്കിലും നന്നായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പം ഇപ്പൊ ചെയ്യുമ്പോ എന്ത് ചെയ്യണം? നമ്മൾ ശ്വാസം ഒന്ന് എടുത്ത് പകുതി ആവുമ്പോ തന്നെ ശ്വാസം പുറത്തേക്ക് വിടാൻ തുടങ്ങണം. പുറത്തേക്ക് വിട്ടിട്ട് വളയുന്നത് നോക്കിയോ. നിങ്ങൾ വളയുമ്പോ ഇവിടെ എത്തുമ്പോ ഇങ്ങനെ വളയരുത്. ഇങ്ങനെ വളയാം. ഓക്കെ. അങ്ങനെ പുറകിലുള്ള എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വളയാ. കൈ നിങ്ങളുടെ മുഖം മറിഞ്ഞ് വരരുത്. ഇങ്ങനെ തന്നെ വരാ. ഫുൾ ബോഡി ഒന്നിച്ച്. ഓക്കെ. അബ്ഡമൻ മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. ഒരു സർക്കിൾ ഫുൾ ശ്വാസം പുറത്തേക്കാണ് വിടുന്നത്. റെഡി അല്ലേ? ഒന്നിച്ച് ചെയ്യാം. റെഡി? സ്റ്റാർട്ട്. റൈറ്റ് സൈഡിലേക്ക് ചെയ്യാം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. Breathe in. Left. 1. Breathe out. 2 3 4 5 6. കാല് വൈഡ് ആക്കി വെച്ചോളൂ. Breathe in and breathe out. 1 2 3 4 5 6. Down. Then opposite. Breathe out. 1 2. Sini cheyu. 3 4 5 6. Relax. എല്ലാരും നേരെ നിന്ന് റിലാക്സ് ചെയ്യുക. ഇനി റൈറ്റ് സൈഡിലേക്ക് ചെയ്യുക. റെഡി? സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. 1. സരിത റെഡി? 1 2 3 4 5 6 7 8 9 10 വരെയൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ബ്രീത്ത് ഇൻ. അവിടെ വന്നിട്ട് നിവരരുത്. അവിടെ പോയിട്ട് താഴോട്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഓപ്പോസിറ്റ്. റെഡി? ചെയ്തോളൂ. ബ്രീത്ത് ഇൻ. സരിത ഒന്ന് ഫുള്ള് ചെയ്യൂ. കറക്റ്റ് ആണോ നോക്കട്ടെ. റെഡി? ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്.
1 2 3 4. കൈയും തലയും ചെവിയും ഒരേ ലൈനിൽ നിന്നാൽ നല്ലതായിരിക്കും. അബ്ഡമൻ ടൈറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ വന്നിട്ട് താഴെ വരിക. ഫുൾ ശ്വാസം പുറത്ത് വിട്ട് വീണ്ടും ശ്വാസം എടുക്കുക. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. സരിത, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. നമ്മൾ താഴെ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് കേട്ടോ. താഴെ വന്ന് കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് സ്വിങ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഇല്ലെങ്കിൽ നമുക്ക് തല ഇറങ്ങും ഒരേ സൈഡ് തന്നെ ചെയ്യുമ്പോൾ. ഓക്കെ, ചെയ്തോളൂ ചെയ്തോളൂ. Breathe in and breathe out. 1 2 3 4 5 6 7 8 ഒക്കെ കിട്ടിയാൽ നല്ലതാണ്. 9 10 ഒക്കെ കിട്ടിയാൽ നല്ലതാണ്. Again breathe in. എൻജോയ് ചെയ്ത് ചെയ്യാം. Breathe out. 1 2 3 4 5 6 7 8 9 10. Breathe in and breathe out. ഫുൾ അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. ഫേസ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. കീപ് മൂവിങ്. ചെയ്തുകൊണ്ടിരുന്നോളൂ. കീപ് മൂവിങ്. സരിതയുടെ മുമ്പിൽ ആരോ ലാപ്ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് ബാക്കിലേക്ക് വെക്കാൻ പറയും. മോനാണോ? ഫോണിലാണോ ലാപ്ടോപ്പിൽ? ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഓക്കെ, ഈ വർക്കൗട്ട് മതി. നമുക്ക് അടുത്തയിലേക്ക് പോവാം. എല്ലാവരും ഫ്ലോറിലേക്ക് വരിക കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുള്ളൂ, പക്ഷെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ അറിയാം റിസൾട്ട്. അബ്ഡമൻ കറക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീല് വേറെ അറിയാം കേട്ടോ. ബാക്ക് പെയിൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? വർക്കൗട്ട് ചെയ്യുമ്പോൾ നടുവേദന തോന്നുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ. പറയാതിരിക്കരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്ത് പറയാം. കൈ രണ്ടും ബാക്കിൽ വെക്കാം. എന്നിട്ട് കൈ ജസ്റ്റ് ഒന്ന് എൽബോ ബെൻഡ് ചെയ്യാം. എൽബോ മാത്രം. അബ്ഡമൻ ടൈറ്റ് ചെയ്തോളൂ. ലുക്ക് അപ്പ്. ബ്രീത്ത് ഔട്ട്. എൽബോ ബെൻഡ് ചെയ്യുക. എൽബോ മടക്കിയിട്ട് മുകളിലേക്ക് നോക്കുക. ആൻഡ് കം ബാക്ക്. സിനി മുകളിലേക്ക് നോക്കൂ കേട്ടോ. മുകളിലേക്ക് നോക്കൂ. വയറ് ടൈറ്റ് ചെയ്യാം. തിരിച്ചു വരുമ്പോ ശ്വാസം പുറത്തേക്ക് വിടാം. ഇത് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? രണ്ട് കാര്യം. ഒന്ന് അബ്ഡമനും ഒന്ന് നിങ്ങളുടെ കൈയിന്റെ ട്രൈസെപ്സ് മസിൽ ഇല്ലേ, ഈ നമ്മുടെ കൈ ഈ ഭാഗം സ്കിന്ന് ലൂസായി നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത് ടൈറ്റ് ആവാൻ കൂടെ ചെയ്യും. ഓക്കെ, അപ്പൊ കൈ ബാക്കിൽ വെച്ചിട്ട് ശ്രദ്ധിക്കുക. ഈ ഭാഗത്തിന് തന്നെ വർക്ക്ഔട്ട് കിട്ടണം. Look up, breathe out, bend, 2, abdomen tight ചെയ്ത് ശ്വാസം വിടാം. Lean back, 3, lean back, 4, lean back, 5. ഇനി മെല്ലെ ഒരു കാൽ ലിഫ്റ്റ് ചെയ്യൂ. ഒരു കാൽ ലിഫ്റ്റ് ചെയ്യാം. കൈ അതേപോലെ തന്നെ പുറകിലേക്ക് ലീൻ ചെയ്യാം. Breathe out, 6, lean, and 7, lean, 8. മാം ബ്രീത്ത് ഔട്ട് എപ്പോഴാന്ന് പറയൂ, മനസ്സിലായില്ല. തിരിച്ച് പൊസിഷനിലേക്ക് വരുമ്പോ ബ്രീത്ത് ഔട്ട്. മുകളിലേക്ക് വരുമ്പോ ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. ഇതുപോലെ ഡൗട്ട് വന്ന അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും ചെയ്യരുത്. ഗുഡ് ഗേൾ ഗ്രീഷ്മ. കീപ് മൂവിങ്. ബ്രീത്ത് ഔട്ട്. ഇടത് കാല് ഏതാണ്? ഏത് കാല പൊക്കി വെച്ചത് അത് താഴെ വെക്കുക. അതിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. Breathe in and breathe out. Breathe in and breathe out. സരിതനെ ഫുൾ ആയിട്ട് കാണുന്നില്ല ഇരിക്കുമ്പോ. Breathe in. കുറച്ച് ബാക്കിലേക്ക് ഇരിക്കാൻ പറ്റുമോ? Breathe out. Yes. Breathe in and breathe out. എൽബോ ബെൻഡ് ചെയ്യൂ. കൈ മുട്ട് ബെൻഡ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരുന്നോളൂ. ഞാൻ ഓരോരുത്തരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഈ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യണ്ട. റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്ത് മടുത്തു കഴിഞ്ഞാൽ, ഐ മീൻ ടയേർഡ് ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യാം. സരിത കൈ കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കൂ. പുറകില് കുറച്ചുകൂടെ നമ്മുടെ ഹിപ്സിന്റെ വിടുത്ത് മതി. അതായത് നമ്മുടെ
ഇത്ര ദൂരം ഡിസ്റ്റൻസ് മതി. ഓക്കെ, വെരി ഗുഡ്. ഇനി കൈമുട്ടൊന്ന് മടക്കി പുറകിലേക്ക്, മുട്ട് മടക്കൂ. ആ, അപ്പൊ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ ഈ ഭാഗത്ത്? ഓക്കെ, മുകളിലേക്ക് നോക്കുക. ഇനി ഒന്നത് ചെയ്ത് ഒന്നുകൂടെ ചെയ്യൂ. കുറച്ചുകൂടെ ബാക്കിലേക്ക് ലീൻ ചെയ്യൂ. കുറച്ചുകൂടെ ലീൻ ചെയ്യുക. തിരിച്ചു വരുമ്പോ വയറ് ടൈറ്റ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് ഫ്രണ്ടിലേക്ക് വരാം. ബ്രീത്ത് ഔട്ട്. ഓക്കെ, കാല് മുകളിൽ തന്നെ വെച്ചോളൂ. ബ്രീത്ത് ഇൻ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പറയണം. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. വെരി ഗുഡ്. മ്യൂട്ടാണ്. ഇത് ബെൻഡ് ചെയ്ത് നോക്കുമ്പോ കൈ ബാക്കോട്ട് ഇങ്ങനെ പോവാത്ത പോലെ. അത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ചെയ്ത് വരുമ്പോ പിന്നെ പോയിക്കോളും. പിന്നെ കുറച്ചുകൂടെ കൈ വേണമെങ്കിൽ ഇപ്പൊ വെച്ചിരിക്കുന്ന അവിടുന്ന്, ഇപ്പൊ ഇത്ര അടുത്താണ് വെച്ചിരിക്കുന്നത്, അത് വേണമെങ്കിൽ കുറച്ചുകൂടെ പുറകിലേക്ക് ഡിസ്റ്റൻസിൽ വെക്കും. ഓക്കെ, അപ്പൊ പോകും. പക്ഷെ ഇങ്ങനെ വെക്കരുത് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നമുക്ക് കിട്ടില്ല. ബോഡിന്റെ നേരെ ബാക്കിലാ വെക്കണ്ട അല്ലേ? ഹിപ്സിന്റെ ഈ ലൈനിലാണ് ബാക്കിൽ വെക്കുന്നത്. യെസ്. Now lean back. Keep moving. റൈറ്റ് ലെഗും ലെഫ്റ്റ് ലെഗും മാറി മാറി ചെയ്യാം. കയ്യിന് ഫീൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ വർക്കൗട്ട് ചെയ്യുമ്പോ? ഇത് നമ്മള് ബെല്ലി സൈസ് ആണ് ഫോക്കസ് എങ്കിലും ശരീരത്തിന്റെ ഫുൾ ബോഡി മസിൽസ് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും നല്ല തിരക്കിട്ട വർക്കൗട്ടിലാ അല്ലെ? വെരി ഗുഡ്. ഇങ്ങനത്തെ കുട്ടികളാണ് എനിക്കിഷ്ടം. ഓക്കെ ഓക്കെ ഫൈൻ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നാണ്. അടുത്ത ദിവസം നമുക്ക് ഈ വർക്കൗട്ട് കുറച്ചും കൂടി നന്നായി ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വർക്കൗട്ട് ശ്രദ്ധിക്കാം. എൽബോ താഴെ വെക്കുക, രണ്ട് കൈമുട്ടും താഴെ വെക്കുക. കാലിങ്ങനെ ബെൻഡ് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു, താഴെ വരെ വന്നു. ഓക്കെ, ബെഞ്ച്, സ്ട്രെച്ച്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴ്ത്തുക. ബ്രീത്ത് ഇൻ, up, breathe out, down. Breathe in, up, breathe out, down. Breathe in. എല്ലാവരും കാലും മുകളിലേക്ക് കൊണ്ടുവരൂ. ഇവിടെ ഹോൾഡ് ചെയ്യാം. ഇപ്പൊ വലത് കാല് മാത്രം താഴെ കൊണ്ടുവരാം. വലത് കാല് മാത്രം താഴെ ഹോൾഡ് ചെയ്യാം. ഇപ്പൊ വയറ് മാക്സിമം ടൈറ്റ് ചെയ്യൂ. എവിടെ ഒരു കാല്? നിഷ അപ്പ്, ധന്യ അപ്പ്. വലത് കാല് മാത്രം താഴെ, ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ. എല്ലാവർക്കും ഒരൊറ്റ പ്രാവശ്യം കൂടി ഞാൻ ചാൻസ് തരാണ്. 10 സെക്കൻഡ് നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യണം. ഗെറ്റ് റെഡി. ബ്രീത്ത് ഇൻ, സ്ട്രെച്ച്. ഇടത് കാല് അവിടെ തന്നെ വെക്കാം. വലത് കാല് ഡൗൺ ചെയ്യാം. ബ്രീത്ത് ഔട്ട്. 1 2 3. അനങ്ങാൻ നിന്നാ മതി. 4 5 6 7 8 9 10. റിലാക്സ്. എന്തൊരു എക്സ്പ്രഷൻ ആണ് എല്ലാരും. ഓക്കെ, കമോൺ, ചേഞ്ച്. ആർക്കെങ്കിലും അൺയൂഷ്വൽ ബാക്ക് പെയിൻ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. റെഡി. ബ്രീത്ത് ഇൻ, സ്ട്രെച്ച്, അപ്പ്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോ ഇടത് കാല് താഴെ ഹോൾഡ് ചെയ്യാം. 1 2 ബ്രീത്ത്. 3 4 5 6 7 8 9 10. Both legs bend ചെയ്യാം. Breathe in, stretch. Right leg down. Down എന്ന് പറഞ്ഞ ഫ്ലോറിലല്ല. ഡൗൺ എന്ന് പറഞ്ഞ ഫ്ലോറിൽ എത്തരുത്. ജസ്റ്റ് above the floor. ഫ്ലോറിന് തൊട്ട് മുകളിൽ. 1 2 3 4. ശ്വാസം പുറത്തേക്ക് വിടൂ. 5 6 7 8. ഷെറിൻ 9 10. അല്ല നഷ്വ, റിലാക്സ്. കാല അനക്കണ്ട കേട്ടോ. ഇനി ശ്രദ്ധിക്കാം. ബ്രീത്ത് ഇൻ, കാല് ബെൻഡ് ചെയ്യുക. എല്ലാവരും സെയിം തന്നെ. ബ്രീത്ത് ഇൻ, കാല് ബെൻഡ് ചെയ്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. കമോൺ, അപ്പ്. അവിടെ ഹോൾഡ് ചെയ്യൂ. ഇടത് കാല് മാത്രം താഴെ. ഇടത് കാല് താഴെ മുട്ടരുത്. വെറുതെ വെച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. അബ്ഡമനിൽ കൈ വെക്കുക.
Say thank you to your abdominal area. Just relax. റിലാക്സ് ചെയ്തിട്ട് അബ്ഡോമിനൽ ഏരിയക്ക് താങ്ക് യു പറഞ്ഞ അവിടെ കിടന്നാൽ മതി. റിലാക്സ് ചെയ്യുക ബോഡി. നമ്മൾ ഏറ്റവും ടഫസ്റ്റ് വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ വേറെ ചിന്തകളൊന്നും വരില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു ടഫസ്റ്റ് വർക്ക്ഔട്ട് ട്രൈ ചെയ്യാം അല്ലെ? റെഡി? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്. എക്സ് എന്ന ഷേപ്പിൽ എല്ലാരും കിടന്നേ. എക്സ് എന്ന ഷേപ്പിൽ എങ്ങനെ കിടക്കുക? കൈയും കാലും വൈഡ് ആക്കിയിട്ട് ഇങ്ങനെ. എക്സ് കിടന്നോ? ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? എഴുന്നേറ്റ് ഇരിക്കുമ്പോ കാലും കൈയും ഒക്കെ നോക്കിക്കോട്ടോ. ഞാൻ സൈഡിൽ കാണിച്ചു തരാം. കാലും കൈയും ഒക്കെ മടക്കിട്ട് ഇങ്ങനെ വിടും. എന്നിട്ട് വീണ്ടും ഫുൾ കിടക്കും. അപ്പൊ എഴുന്നേറ്റ് ഇരിക്കുമ്പോഴാണ് ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. നിങ്ങൾക്ക് ചിലർക്ക് തീരെ പൊങ്ങാൻ പറ്റില്ല, ചിലർക്ക് നന്നായിട്ട് പൊങ്ങാൻ പറ്റും. അപ്പൊ ഒരു പ്രാവശ്യം, ഒരു 10 പ്രാവശ്യം നമുക്ക് ഒരു സെറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എല്ലാരും എക്സ് ഷേപ്പിൽ കിടക്കുക, കാലും കൈയും വൈഡ് ആയിട്ട്. ഒരിക്കൽ കൂടെ കാണിക്കൂ. കിടന്നപ്പോ കണ്ടില്ല. ഇങ്ങനെ കിടന്നു. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലും മടക്കി കൈയും മടക്കി. ബ്രീത് ഇൻ. ബ്രീത് ഔട്ട്. നല്ല രസമല്ലേ കാണാൻ? Come on. Ready? Hands wide, legs wide. Breathe in. Breathe out. Up. 1, 2, 3, 4. Breathe in. അവിടെ കിടക്കുക. കിടന്നോളൂ. തല താഴെ ഇടിക്കരുത്. Breathe out. സുമി കുറച്ച് ഇങ്ങോട്ട് വന്നു. 1, 2, 3, 4. Breathe in. അവിടെ കിടക്കുക. ടൈൽസിൽ കിടന്നാണോ സിനി വർക്ക്ഔട്ട് ചെയ്യണേ? മോളെ ബാക്ക് പെയിൻ വരും കേട്ടോ. എന്തോ ഉണ്ടല്ലോ അവിടെ, പുല്ലിന്റെ പായ. അത് നിവർത്താൻ പറ്റില്ലേ? അത്രേ വീതിയുള്ളൂ. ഓക്കെ, നാളെ കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ഷീറ്റ് കൊണ്ടുവരണം കേട്ടോ, അതിന്റെ മുകളിൽ വിരിക്കാനെങ്കിലും. ഓക്കെ ഗേൾസ്, കം ഓൺ, റെഡി, സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ. സരിത, സ്ട്രെച്ച് ഔട്ട്. റെഡി, മേനക, കം ഓൺ, ബ്രീത്ത് ഔട്ട്. അപ്പ്. 1, 2, come up. 1, 2, 3, 4, 5, 6. Breathe in. X. X എന്ന് പറഞ്ഞ അപ്പൊ തന്നെ കൈ വൈഡ്, ഹാൻഡ്സ് വൈഡ്. Breathe out. 1, 2, come up. 3, 4, 5, 6, 7. കാല് താഴെ മുട്ടിക്കണ്ട കേട്ടോ മേനക. റിലാക്സ്. അവിടെ കിടക്കുക. Breathe out. Up. 1, 2, 3, 4, 5, 6, 7. Breathe in. എല്ലാരും വായക്കൂടെ നമ്മുടെ ഓ മറക്കരുത് കേട്ടോ. ഓ. Breathe out. Breathe out. 1, 2, 3, 4, 5, 6. Relax. Breathe in and breathe out. 1, 2, 3, 4, 5, 6. റിലാക്സ്. അവിടെ അങ്ങോട്ട് ഇരുന്ന് റിലാക്സ് ചെയ്യണം അല്ലേ? ശരിക്കും ആ പൊസിഷനിൽ നിന്നുണ്ടല്ലോ വയറ് കത്തണം. ഓക്കെ, ഇനി എല്ലാവരും സൈഡിലേക്ക് കിടക്കുക. സരിത, റിലാക്സ്. സൈഡിലേക്ക് കിടക്കുക. ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് എഫേർട്ട് എടുക്കണ്ട. ബോഡി പെയിൻ വരാനും പനി വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഒരാഴ്ച ലൈറ്റ് ആയിട്ട് ചെയ്താൽ മതി. സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുക. ഒരു കാല് മുമ്പിൽ ഇങ്ങനെ വെക്കും. കാണില്ലേ? ഒരു കാലെടുത്ത് മുമ്പിൽ വെക്കണം. ഓക്കെ, ഈ കൈ മുമ്പിൽ പ്രസ് ചെയ്യാം. Then raise your hips. Lift. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ കൈ അകത്തോട്ട് ഇടുക. Breathe out. 1. Breathe in. Breathe out. 2. Breathe in. Breathe out. 3. Keep moving. Breathe in. താഴേക്ക് നോക്കൂ. ആരെങ്കിലും കൈയിന്റെ അടിയിൽ കൂടെ വരുന്നുണ്ടോ നോക്കൂ. Breathe out. 4. Breathe in. Breathe out. 5. Very good. Breathe in. Breathe out. 6.
ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അങ്ങോട്ട് അപ്പർ ബോഡി വളഞ്ഞു നോക്കണം, കൈ മാത്രം പോയാൽ പോരാ കേട്ടോ ബീന മാം. അപ്പർ ബോഡി അങ്ങോട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം നമ്മൾ താഴോട്ട് നോക്കുമ്പോ. 7, മേനകമോൾ കമോൺ. ഇത് കൈ ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ കൈ മുമ്പിൽ വെച്ചാൽ മതി. 8, വെരി ഗുഡ്. സരിതയുടെ കാല് കാണുന്നില്ല. 9, ബ്രീത്ത് ഔട്ട്. 10, ബ്രീത്ത് ഔട്ട്. റിലാക്സ്. 10. ഞാൻ റിലാക്സ് പറയാണ്ട് നിങ്ങൾ റിലാക്സ് ചെയ്യാൻ തുടങ്ങിയില്ല. ഞാനാട്ടോ ട്രെയിനർ. അതർ സൈഡ്, അതർ സൈഡ്. അതാ സിനി അവിടെ കമിഴ്ന്നടിച്ച് കിടന്നു. കമോൺ, അതർ സൈഡ്. ഇനി ഇപ്പൊ നമ്മള് നേരത്തെ അബ്ഡമൻ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഉള്ളിലേക്ക് വലിക്കുക. നിങ്ങൾ എത്ര കൂടുതൽ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യണോ അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ കോർ മിഡിൽ പോർഷനിലുള്ള മസിൽസിലൊക്കെ ഫീൽ വരും. ഓക്കെ, റെഡി? ഈ കോർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ ഇമോഷണലി ഒക്കെ നമ്മൾ സ്ട്രോങ് ആവും. ഇമോഷണലി സ്ട്രോങ് ആവണ്ടേ? വേണം. അപ്പോ നമുക്ക് ചെയ്യാം. റെഡി? അബ്ഡമൻ മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. അതേ സൈഡ് കാണിച്ചു തരണോ? നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കാൽ രണ്ടും ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഇങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഗുഡ് ആണ്. പറ്റില്ലെങ്കിൽ നമ്മുടെ ലെവൽ 1 ഏതാണ്? കാല് മുമ്പിൽ വെക്കുക, കൈ മുമ്പിൽ വെക്കുക, ഹിപ്സ് താഴോട്ട് നോക്കുക, ട്വിസ്റ്റ്, breathe in, breathe out, breathe in, breathe out, keep moving. കൈമുട്ടിൽ എന്തെങ്കിലും വെക്കണം സിനി, കൈന്റെ ഇവിടെ കറുത്തു പോകും. മാം എനിക്ക് ടെന്നീസ് എൽബോന്റെ പ്രശ്നമുണ്ട് കൈക്കതാ. അതന്നെ. ടൈൽസില് കൈമുട്ട് വെക്കരുത് കേട്ടോ. അപ്പൊ ചെയ്യാം. കുറച്ച് ഷീറ്റ് വേണേ. യോഗ മാറ്റ് ഉണ്ട്. 10 പ്രാവശ്യം എല്ലാവരും ഫിനിഷ് ചെയ്തോളൂ. ഞാൻ സംസാരിക്കുമ്പോ കേട്ടോണ്ട് നിൽക്കണ്ട. 10 പ്രാവശ്യം ഫിനിഷ് ചെയ്തോളൂ. സിനി നിർബന്ധമായിട്ടും കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു മാറ്റ് വെക്കണം. പിന്നെ കൈമുട്ട് കുത്തുമ്പോ വേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ 2 കൈയും ഫ്ലോറിൽ വെച്ചിട്ട് ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാതെ അങ്ങനെ. ഓക്കെ, എൽബോയിലേക്ക് അധികം സ്ട്രെയിൻ കൊടുക്കാതെ എൽബോ നിവർത്തി വെച്ചിട്ട് ചെയ്യാം. 10 പ്രാവശ്യമായി. ഓക്കെ, ഇനി എല്ലാവരും കമിഴ്ന്ന് കിടക്കുക. നമ്മൾ അപ്പർ അബ്ഡോമൻ ഒന്ന് ശ്രദ്ധിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഷോൾഡറിന്റെ താഴെ കൈവയ്ക്കുക. ഷോൾഡറിന്റെ തൊട്ട് താഴെ കൈവയ്ക്കുക. ഓക്കെ, ഇനി ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. ആൻഡ് ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്യൂ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് പുറകിലേക്ക് വളയുക. ഇപ്പൊ നമ്മൾ ലിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇനി ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കൂ കേട്ടോ. ഇനി ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല, പുറകിലേക്ക് വളയണം. എല്ലാരും ലിഫ്റ്റ് ചെയ്തത് ഇങ്ങനെയല്ലേ? ഇത് ഈസിയാണ്. പുറകിലേക്ക് വളയുക പറഞ്ഞാല് ഇത് നോക്കിയോട്ടോ, നമ്മുടെ വിരല് ഇതിപ്പോ നട്ടെല്ലാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ വളയ്ക്കാണ് ബാക്കിലേക്ക്. അപ്പോ അതിന്റെ മാക്സിമം അപ്പർ ബാക്കും മിഡിൽ ബാക്കും ഒക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് നമ്മുടെ നട്ടെല്ലിങ്ങനെ ഓപ്പൺ ആവും. ഓപ്പണായി പുറകിലുള്ള സാധനം നമുക്ക് കാണാൻ പറ്റും. മറ്റേത് പൊങ്ങുന്നതല്ലേ, പൊങ്ങുമ്പോ മുമ്പിലുള്ള മാത്രമേ കാണുള്ളൂ. ഇപ്പൊ നമ്മള് നട്ടെല്ല് വളയ്ക്കാൻ പോകണം. റെഡി അല്ലേ? കമിഴ്ന്ന് നടക്കുക എല്ലാവരും. ടുഗദർ breathe in and breathe out. 1 2 3 4 5 6. ഞാൻ വളഞ്ഞോണ്ട് എനിക്ക് എണ്ണാൻ പറ്റില്ല. എല്ലാരും ഞാൻ വളയണം നോക്കിയിരിക്കുക അല്ലേ? ഡൗൺ. ഒരു പ്രാവശ്യം നോക്കിയോട്ടോ, വളയ്ക്കണം നോക്കിക്കോ. ജസ്റ്റ് ഇങ്ങനെ പൊങ്ങുക, അപ്പർ ബാക്ക് നന്നായിട്ട്. ആൻഡ് ഡൗൺ. ഓക്കെ, റെഡി? സ്റ്റാർട്ട്. Breathe out. 1 2 3 4 5 6 7 8. Breathe in down. ഇനി കൈമുട്ട് ചേർത്ത് വെക്കുക ശരീരത്തിനോട്. നിങ്ങൾ പൊങ്ങുമ്പോ കൈമുട്ട് നിങ്ങളുടെ കൂടെ പൊങ്ങി നിൽക്കണം, ചേർന്നിട്ട്. ഓക്കെ, ബാക്കിലേക്ക് വളയുക. 1 2 3 4 5 6. Breathe in. Down. എല്ലാവരും താഴെ വരൂ. സ്ലോ ആയിട്ട്
Breathe out. Very good, Manaka. Correct. 1, 2, 3, 4, 5, 6, 7, 8. Very good. Superb. Slowly down. ഇനി നമ്മളില്ലേ ഈ കൈയിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒന്ന് പൊങ്ങി നോക്കിയേ. കൈ സപ്പോർട്ട് ഇല്ലാതെ. Breathe out. 1, 2, വളയണ്ട. 3, 4, 5, 6, 7, 8. റിലാക്സ്. ഇനി എല്ലാവരുടെയും ബ്രീതിങ് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എത്ര നേരം ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റുന്നത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്തിട്ട് ഒരു 5 പ്രാവശ്യം ചെയ്യുക. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പൊങ്ങുന്ന സമയത്ത് എത്ര ലെങ്ത് കിട്ടുന്നുണ്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം. 5 കേട്ടോ. റെഡി? നിഷ വേഗം ചോദിക്കും. ഇതോടാതെയോ കൈ ഇങ്ങനെ വെച്ചിട്ടോ? കൈ താഴെ വെക്കണ്ട, ഇങ്ങനെ പൊക്കണം. അങ്ങനെ പൊക്കാൻ താഴെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാ മതി. പൊക്കാൻ കിട്ടണില്ല, ശ്രമിക്കാം. ശ്രമിച്ചാ മതി, അത് മതി. എനിക്ക് ശ്രമിക്കുന്ന കുട്ടികളെ എനിക്ക് ഇഷ്ടം. നിങ്ങളൊക്കെ എന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് ആണ്. കമോൺ, റെഡി? ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. 1. കൈ പൊക്കാൻ ശ്രമിക്കൂ. അതന്നെ മതി, അത്ര മതി. 1, 2, 3. നിങ്ങളുടെ കൗണ്ട് എത്രയാന്ന് വെച്ചാ അത് ഹോൾഡ് ചെയ്യാം. 5 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഞാൻ വെള്ളം കുടിച്ചിട്ട് ഓടി വരും അപ്പോഴത്തേക്കും. Keep moving. Done. മതി. ഇനി എല്ലാരും മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നിട്ട് ബ്രിഡ്ജ് എല്ലാവർക്കും ഇഷ്ടം അല്ലെ? നമ്മുടെ ഈ ഹിപ്സിന്റെ വിടത്തില് കാല് വൈഡ് ആയിട്ട് വെക്കുക, കാല് മടക്കി വെക്കുക. Hips up and down. Breathe out. 2, down. 3, down. 4, down. 5, down. 6. മെല്ലെ ചെയ്താ മതി. വെരി ഗുഡ്, വെരി ഗുഡ്. മെല്ലെ ചെയ്യാം. 7, 8, 9, 10. ഓക്കെ, ഇനി കാല് 2 സൈഡിലേക്കും ട്വിസ്റ്റ് ചെയ്യാം. എങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം? റൈറ്റിലേക്ക് ഇടുമ്പോ ലെഫ്റ്റിലേക്ക് നോക്കാം, ലെഫ്റ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോ റൈറ്റിലേക്ക് നോക്കാം. Right, then left. Breathe in. റിലാക്സ് ആവാൻ വേണ്ടി ചെയ്താൽ മതി. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലോവർ ബാക്കിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Breathe out and breathe in. താഴേക്ക് പോകുമ്പോൾ breathe out. Breathe in and come back. Then relax. 2 സൈഡും ഒരേപോലെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള വർക്ക്ഔട്ട് പറയാം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് ആണ്. നമ്മുടെ നട്ടലിന്റെ ഏറ്റവും ബാക്കില് ഒരു ചെറിയൊരു ഗ്യാപ്പ് വരില്ലേ നമ്മളിങ്ങനെ കിടക്കുമ്പോ? എല്ലാവരും ഒന്ന് കിടന്നിട്ടൊന്ന് നോക്കി നോക്കിയേ. കാല് മടക്കിയിട്ട് കിടക്കുക. അപ്പൊ ഈ ഭാഗത്ത് ഒരു ഗ്യാപ്പ് വരും ലോവർ ബാക്കില്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നു. അത് നാച്ചുറൽ ആയിട്ടുള്ള ഗ്യാപ്പാണ്. ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നാച്ചുറൽ ആയിട്ടുള്ള ഗ്യാപ്പിനെ
താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ഈ ഫോൺ എന്റെ അബ്ഡമനിൽ വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ക്ലോസർ ആയിട്ട് കിടക്കാണ്. സി, ഇപ്പൊ ഞാനിവിടെ താഴ്ത്താൻ പോവാണ്. താഴ്ത്തുമ്പോ ഏറ്റവും അടിയിൽ ഇത്തിരി ലിഫ്റ്റ് ആവും. ദെൻ റിലാക്സ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. മനസ്സിലാവുന്നുണ്ടോ? ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്. ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയത്. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ലോവർ ബാക്ക് താഴേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ ഏറ്റവും അടിയിലുള്ള നമ്മുടെ നട്ടലിന്റെ അറ്റത്തുള്ള ഒരു ബോൺ ഉണ്ട്, അത് അകത്തോട്ട് ഇങ്ങനെ ടക്കിൻ ആവും. അപ്പൊ ഇങ്ങനെ ടക്കിൻ റിലീസ്, ടക്കിൻ റിലീസ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ചെയ്യൂ എല്ലാവരും. അബ്ഡമൻ ടൈറ്റ് ചെയ്യാം, വായ തുറന്ന് ശ്വാസം വിടാം. ബ്രീത്ത് ഔട്ട്, ടക്കിൻ and release. Breathe in. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവാത്തവർ ഒന്നുകൂടെ നോക്കിക്കോ കേട്ടോ. നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് നാച്ചുറലി ഒരു ബെൻഡ് ഉണ്ടാവും. ഈ ബെൻഡിനെ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കി, ഈ ബെൻഡിനെ താഴോട്ട് പ്രസ് ചെയ്യണം. സി, താഴോട്ട് പ്രസ് ചെയ്യുമ്പോ പൊക്കല്ല കേട്ടോ ചെയ്യുന്നത്, ഇങ്ങനെയല്ല. താഴോട്ട് പ്രസ് ചെയ്യുമ്പോ ഈ ഭാഗം ഇത്തിരി അകത്തോട്ട് ഇങ്ങനെയാവും. ദെൻ റിലീസ്, ടക്ക് ഇൻ, റിലീസ്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ ടക്ക് ഇൻ ചെയ്യാം. Breathe out, 1, 2, 3, 4. Breathe in. Breathe out, 1, 2, 3, 4. Breathe in. എല്ലാവരും ചെയ്യൂ. Breathe out, 1, 2, 3, 4. Breathe in. Breathe out, 1, 2, 3, 4. Breathe in. Breathe out, 1, 2, 3, 4. Breathe in. Breathe out, 1, 2, 3, 4. Relax. ഇനി ഇത് തന്നെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ആവും. ഓക്കെ, എഴുന്നേറ്റ് നിൽക്കും. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് അറിയോ? നമുക്ക് ഏറ്റവും ചെറിയൊരു മസിൽ ഉണ്ട് നമ്മുടെ ലോവർ ബാക്കില്. അതിന് വർക്കൗട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബാക്ക് പെയിൻ ഒക്കെ വരും, ലോവർ ബാക്ക് പെയിൻ ഒക്കെ വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പെൽവിക് ടിൽറ്റ് എന്നാണ് ഇതിന് പറയാം, പെൽവിക് ടിൽറ്റ്. ഓക്കെ, നിന്നിട്ട് ചെയ്യാം. ഇപ്പൊ നിന്നിട്ട് ഞാൻ എന്റെ ലോവർ ബാക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കാം. സി, ഇപ്പൊ ഇവിടെ ഒരു ബെൻഡ് ഇല്ലേ, ഈ ബെൻഡ് അകത്തോട്ട് ടക്കിൻ ചെയ്യാണ്. 1, 2, 3, 4. റിലീസ്. Breathe out, 1, 2, 3, 4. റിലീസ്. ഇത് നോർമലായിട്ട് നമ്മൾ നിൽക്കുമ്പോഴുള്ള പൊസിഷൻ ആണ്. ആരും ഇങ്ങനെ ആക്കരുത് കേട്ടോ, പുറകിലേക്ക് ആക്കരുത്, നേരെ തന്നെ നിൽക്കുക. Breathe in, breathe out, 1, 2, 3, 4. Release. Breathe in, breathe out, 1, 2, 3, 4. Relax. This is normal position. Ready? Breathe out, 1, 2, 3, 4. Relax. Once again, abdomen tight. Vaya തുറന്ന് ശ്വാസം വിടുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. ന്യൂട്രൽ പൊസിഷൻ ആണ് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നിൽക്കുന്ന പൊസിഷൻ. ഓക്കെ, റെഡി? വൺസ് അഗൈൻ. ബ്രീത്ത് ഔട്ട്, 1, 2, 3, 4, 5, 6, 7, 8,
9, 10. Neutral. Very good. Breathe in and breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Relax your body. Just ഒന്ന് കൈ രണ്ടും ഇന്റർലോക്ക് ചെയ്യുക, ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. കൈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ദിവസം നമ്മുടെ കൈകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് ഓടിച്ചു പോവുക. അന്ന് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തൊട്ട് പല്ലേക്കുന്നു, കുളിക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഡ്രസ്സ് അയൺ ചെയ്യണു, വർക്കിന് പോണു, കുട്ടികളെ നോക്കുന്നു, സ്നേഹം തോന്നുമ്പോൾ ഹഗ് ചെയ്യുന്നു, എല്ലാം മനസ്സിലൊന്നിങ്ങനെ ആലോചിക്കുക. ആൻഡ് സേ താങ്ക് യു മൈ സ്ട്രോങ് and beautiful hands. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഫുൾ സ്നേഹം നിറച്ചിട്ട് കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ആൻഡ് സ്ട്രെച്ച് ടു ദ സൈഡ്. സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്ന സൈഡിലൊക്കെ താങ്ക് യു പറയാ. സെൻഡ് യുവർ താങ്ക് യു മെസ്സേജ്. അനങ്ങാതെ നിൽക്കൂ, 15 സെക്കൻഡ് അനങ്ങരുത്. സിനി കമോൺ. സ്ട്രെച്ച്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. വെരി ഗുഡ്. ഒന്നുകൂടെ നെഞ്ചിൽ കൈ വയ്ക്കുക. ഫുൾ ശരീരത്തിനോടുള്ള സ്നേഹം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളുടെ ചുറ്റും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. ഓപ്പോസിറ്റ് സൈഡ്. സ്ട്രെച്ച്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. കൈ നേരെ നെഞ്ചിന്റെ ഓപ്പോസിറ്റിലേക്ക്, ഈ കൈ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കുക. നെഞ്ചിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. കമോൺ. സ്ട്രെച്ച്. ആ കൈ നീട്ടി വെക്കൂ. ഈ കൈ നീട്ടി വെക്കുക കേട്ടോ. ഇവിടെ ബെൻഡ് ഉണ്ടാവാൻ പാടില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. വെരി ഗുഡ്. ചേഞ്ച്. അതർ സൈഡ്. കൈ നീട്ടി വെക്കുക, നെഞ്ചിലേക്ക് പ്രസ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. രണ്ട് കൈയും പുറകിൽ ഇന്റർലോക്ക് ചെയ്യാം. നിന്നിട്ട് ചെയ്താൽ മതി. ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം, മുകളിലേക്ക് നോക്കുക. ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം, മുകളിലേക്ക് നോക്കുക. കീപ് ബ്രീതിങ്. ജസ്റ്റ് സേ താങ്ക് യു ടു യുവർ സ്പൈൻ, അപ്പർ ബാക്ക്, ലോവർ ബാക്ക്, മിഡിൽ ബാക്ക്, എല്ലാം താങ്ക് യു പറയാ. ചെസ്റ്റ്, അബ്ഡോമിനൽ ഏരിയ, യുവർ സ്പൈൻ, എല്ലാം താങ്ക് യു പറയാ. ഗ്രീഷ്മ 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. ഓപ്പൺ യുവർ ചെസ്റ്റ്. ഗുഡ്. ഇനി നമുക്ക് ഒരു കാലിലൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൈ ടച്ച് ചെയ്ത് വെക്കാം കേട്ടോ. കാല് ബാക്കിലേക്ക് ഇങ്ങനെ മടക്കുക, കാല് വലിച്ചു പിടിക്കുക. ആൻഡ് സ്ട്രെച്ച്. ഈ കാല് എത്ര ലിഫ്റ്റ് ചെയ്യണോ അത്രയും സ്ട്രെച്ച് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുക കേട്ടോ. എവിടെയെങ്കിലും പിടിച്ചു നിന്നാൽ മതി. കാല് നന്നായിട്ട് മുകളിലേക്ക് വലിച്ചു പിടിക്കുക എന്നുള്ളതാണ് കാര്യം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, മിറർ പൊട്ടിപ്പോ, 14, 15. ചേഞ്ച്. അതർ സൈഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. വെരി ഗുഡ്. ഇനി രണ്ട് കൈയും ഇടുപ്പിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ചെസ്റ്റ്, വയറ് മുമ്പിലേക്ക് പുഷ് ചെയ്യാം. കീപ് ബ്രീതിങ്. ശരീരത്തിലെ സ്ട്രെച്ച് ഫീൽ ചെയ്യുന്ന ഓരോ ബോഡി പാർട്ടിനും, ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങൾക്കും മനസ്സിൽ താങ്ക് യു പറയാ. സെൻഡ് യുവർ ലവ്, സെൻഡ് യുവർ
റെസ്പെക്ട്. ദെൻ 2 കാലും വൈഡായിട്ട് വെക്കുക. കാല് വൈഡാക്കി വെച്ചിട്ട് കൈ ഇങ്ങനെ താഴേക്ക് പ്രസ് ചെയ്തോളൂ. പറ്റുമെങ്കിൽ എൽബോ ഒക്കെ താഴേക്ക് വെച്ചോളൂ. എങ്ങനെയാണ് കംഫർട്ടബിൾ വെച്ച് തരാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. കാലിലേക്ക് പുറകിലേക്ക് ഇരിക്കാം. സിറ്റ് ബാക്ക്, forehead down. Forehead down. Breathe in through your nose. ജസ്റ്റ് ഞാൻ പറയുന്ന മാത്രം ലിസൺ ചെയ്ത് ഫുൾ ബോഡി റിലാക്സ് ചെയ്യാം. ഇരുന്നോളൂ. കാലിലേക്ക് ഇരുന്നിട്ട് കൈ മുമ്പിലേക്ക് വെക്കുക. നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്നു കേട്ടോ. സരിത മനസ്സിലായില്ലേ? ഓക്കെ. കംഫർട്ടബിൾ അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്നോളൂ, കുഴപ്പമില്ല. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ആ പൊസിഷനിൽ പുറകിലേക്ക് ഇരുന്നിട്ട് കൈ മുന്നിലേക്ക് നീട്ടി വെക്കാം. ഇനി എന്നെ നോക്കണ്ട, ഞാൻ പറയുന്ന മാത്രം കേട്ടാ മതി. സിനി, റിലാക്സ്. തല താഴെ മുട്ടിച്ചോളൂ. റിലാക്സ് യുവർ ബോഡി. റിലാക്സ് all the muscles and joints. ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ചെയ്തതിന് ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാ, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കഴിച്ച ആഹാരത്തിന് ഞാൻ നന്ദി പറയാണ്. കറക്റ്റായിട്ട് എനിക്ക് ദാഹിക്കുമ്പോഴൊക്കെ പ്യുവർ ആയിട്ടുള്ള വെള്ളം ഞാൻ കുടിച്ചതിന് ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഐ ഡിസേർവ്, ഞാൻ അർഹിക്കുന്നു. ഐ ഡിസേർവ് എ ബെറ്റർ ലൈഫ് ആൻഡ് ഐ ആം അട്രാക്റ്റിംഗ് എ ഹെൽത്തി ലൈഫ്. എൻ്റെ ശരീരം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും കോൺഫിഡൻ്റ് ആയ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇത് ഞാൻ ഓരോ ദിവസവും എനിക്ക് വേണ്ടി മാറ്റിവെച്ച സമയത്തിൻ്റെ വാല്യൂ ആണ്. എൻ്റെ ഇഷ്ടത്തിൻ്റെ, എൻ്റെ റെസ്പെക്റ്റിൻ്റെ എല്ലാം ഉത്തരവാദി എൻ്റെ ശരീരം, ഞാൻ തന്നെയാണ്. ഈ വേൾഡിൽ ഞാൻ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നതും ഏറ്റവും വാല്യൂ ചെയ്യുന്നത്, ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നത് എന്നെ തന്നെയാണ്. Take a deep breathe in. നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. And breathe out through your mouth. റിലാക്സ് ചെയ്യുക. ഇനി ഒരു തവണ കൂടി ശ്വാസം എടുക്കുക. മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. Breathe in and breathe out. Relax your body and mind completely. നാളത്തെ ദിവസം നിങ്ങളുടെ ഹീലിംഗ് പ്രാക്ടീസും അതുപോലെ എക്സസൈസസ്, നാളെ എക്സസൈസ് ഇല്ല, നാളെ പ്രോപ്പർ ആയിട്ടുള്ള റിലാക്സേഷൻ, അതേപോലെ നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ ആയിട്ട് നോക്കുന്നത് എല്ലാം മനസ്സിൽ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ആൻഡ് കം ബാക്ക്. താങ്ക് യു സോ മച്ച്. ഡയറ്റ് കംപ്ലീറ്റ് ആവാത്ത ഗ്രീഷ്മ ആൻഡ് സരിത, സിനി മാത്രം വെയിറ്റ് ചെയ്യുക. ബാക്കി എല്ലാവർക്കും ലീവ് ചെയ്യുക കേട്ടോ. ക്ലാസ്സിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you all. Bye.